ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം. അതുപോലെ തന്നെ 2 ക്യാരറ്റ്, കുറച്ച് പയറെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ എടുക്കാം. ചേന, അതുപോലെ തന്നെ കായ, ഇതൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് വഴുതനങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ നമുക്ക് ആദ്യം വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. അവിയലിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അരമുറി തേങ്ങയും അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മോര്, ഇതൊരു 1/4 കപ്പ് മോര് എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ അവിയൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിരുമ്പി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പുളി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മോരൊഴിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ മോരിൻ്റെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. മോരാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തൈരാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ അവിയൽ പെർഫെക്റ്റാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് അവിയൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. സാധാ അവിയലിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല അതിന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു.